നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിച്ചിരുന്നു. ജനുവരി മാസത്തിൽ 2 മാസത്തെ പെൻഷനും ഫെബ്രുവരി മാസത്തിൽ 1 മാസത്തെ പെൻഷനുമാണ് എല്ലാ ആളുകൾക്കും ലഭിച്ചത്. അതിൻ്റെ എല്ലാം വിതരണം പൂർത്തിയായിട്ടുണ്ട്. ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഫെബ്രുവരി മാസത്തിലും ഇനി മാർച്ച് മാസത്തിലും പെൻഷൻ ലഭിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ ചിലപ്പോൾ 2 മാസത്തെ പെൻഷനാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷത്തെ 1 മാസത്തെ കുടിശ്ശികയും ഈ ഒരു മാസത്തെ പെൻഷനും കൂടി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. അറിവാവുന്ന സമയത്ത് നമ്മുടെ ചാനൽ വരുന്നതാണ്. പക്ഷേ മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഓഡിറ്റ് നടക്കുകയാണ്. ആ ഓഡിറ്റിനെ കുറിച്ചും ഓഡിറ്റിന് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം എന്നതിനെ കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ കാര്യങ്ങൾ പലതും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരുപാട് ആളുകൾ അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനാണ് ഇങ്ങനൊരു പെൻഷൻ ഓഡിറ്റ് നടക്കുന്നത്. വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെ പെൻഷൻ വാങ്ങുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് അന്വേഷണം നടത്തി സർക്കാർ തരുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. 2000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇനി പെൻഷൻ ലഭിക്കുക. അതിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. സ്വന്തമായി ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിലും അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മൾ മക്കളോ ആരെങ്കിലും വീടെടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ കണക്കില്ലാതെ നമ്മുടെ പേരിലെ വീടുകളായിരിക്കും. നമ്മുടെ സ്ഥലത്തുള്ള വീടായതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അളവുകൾ 2000-ൻ്റെ അടുത്താണെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ കുറച്ച് വലിയ വീടാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും വീടിൻ്റെ അളവ് പഞ്ചായത്തിൽ നിന്ന് എടുത്തു വെക്കുക. ഉദ്യോഗസ്ഥർ മറ്റേ വീട്ടിൽ വരുന്ന സമയത്ത് അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെയാണ് കുടുംബവാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഈ അടുത്ത കാലത്ത് എടുത്ത വരുമാന സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിന് ഒന്നാകെ 1 ഏക്കറിന് മേലെ ഭൂമിയില്ല എന്ന് തെളിയിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ 2025 വർഷത്തെ നികുതി ഷീറ്റ് നമ്മുടെ കൈവശം വെക്കണം. വില്ലേജിൽ നിന്ന് അടക്കുന്ന നികുതി ഷീറ്റായിരിക്കും ആവശ്യം വരിക. നിർബന്ധമായിട്ടും ഈ ഒരു നികുതി ഷീറ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതി വെക്കുക. 1 ഏക്കറിന് മേലെ ഭൂമിയില്ലാന്ന് തെളിയിക്കുന്ന രേഖയായിട്ട് അത് ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് 4 ചക്ര വാഹനമില്ല എന്നുള്ളത്. ആധാർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ പേരിൽ വാഹനമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു വെക്കേണ്ടി വരും. അതിപ്പോൾ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അത് അവർ ഉദ്യോഗസ്ഥർ നമ്മുടെ പേരിൽ വാഹനമുണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ മാത്രം എടുത്തു വെച്ചാൽ മതിയാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് പെൻഷൻ മസ്റ്ററിങ്. ഒരുപാട് ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പെൻഷൻ ലഭിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് പറഞ്ഞിരുന്നു എനിക്ക് പെൻഷൻ ലഭിച്ചില്ല എന്നുള്ളത്. അവരുമായി പേഴ്സണലായി സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് പേഴ്സണലായി ബന്ധപ്പെടുന്ന സമയത്ത് ലഭിക്കുന്ന വിവരം അവർ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ലഭിക്കുന്ന ഒരാൾക്കും ഒരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവർ പുനർവിവാഹിതയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം നൽകേണ്ടതാണ്. കഴിഞ്ഞ മാസത്തിൽ നൽകിയിട്ടുണ്ട്. നൽകാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി തന്നെ നൽകുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുകയുള്ളൂ. ഒരുപാട് ആളുകൾ അത് സമയത്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ഓരോ സമയത്ത് തന്നെ ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.